നിങ്ങൾ പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. എഫേഷ്യൻസ് 4:2-3 വരെയുള്ള വാക്യങ്ങൾ. ഉദാത്തമായ ഒരു ജീവിതം നയിക്കുവാൻ ഏതൊരു വ്യക്തിയെയും പ്രാപ്തനാക്കാൻ പോകുന്ന ഹൃദ്യവും മനോഹരവുമായ ഒരു ഉപദേശമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ നമുക്ക് നൽകുന്നത്. ക്രിസ്തീയ ജീവിതത്തിന് മാത്രമല്ല, ഉത്തമമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകരിക്കുന്നതാണ് ഈ സന്ദേശം. കേട്ട് തള്ളിക്കളയാതെ പാലിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം. സത്യത്തിൽ ഈ ലേഖനഭാഗം വായിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് മനസ്സിലേക്ക് ഓടി വന്നത്. അതിൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കുറേ നല്ല ഗുണങ്ങൾ ഏതൊരു പൗരനെയും ഉത്തമനാക്കി മാറ്റാൻ ഉതകുന്നതാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി. ഇന്ന് പലയിടത്തും നടക്കുന്നത് അനീതിയും അത്യാചാരങ്ങളും കള്ളത്തരങ്ങളും പിടിച്ചുപറിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയല്ലേ. ആരാണ് ഈ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്നത്? ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവനെ എല്ലാവരും കൂടി ആദ്യം കള്ളനാക്കുകയും രാജ്യദ്രോഹിയാക്കും. അടുത്തത് സ്വാതന്ത്ര്യമാണ്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഇതിന് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട്! ഏതെല്ലാം മതങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്! ചില മതഭ്രാന്തന്മാരുടെയും വർഗീയവാദികളുടെയും അഴിഞ്ഞാട്ടമല്ലേ കൂടുതൽ നടക്കുന്നത്. അവർ പറയുന്ന പോലെ മറ്റുള്ളവർ വിശ്വസിക്കണം, ജീവിക്കണം. അത് സ്വാതന്ത്ര്യമല്ല, അടിമത്തമാണ്. അടുത്തത് സമത്വമാണ്. അവസരത്തിനും അന്തസ്സിനും. അന്തസ്സും അവസരങ്ങളും അന്തസ്സും ആരാണ് തീരുമാനിക്കേണ്ടത്? അവനവൻ തന്നെയല്ലേ. എന്നാൽ മനുഷ്യൻ സാമൂഹിക ജീവിയായതുകൊണ്ട് ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്. അത് സന്മനസ്സോടെ പാലിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമാകും. അധികാരവും പണവുമുള്ളവന് നിയമങ്ങളില്ലാതെയും പാവപ്പെട്ടവന് മാത്രം നിയമങ്ങൾ അനുസരിക്കണമെന്നുമാകുമ്പോൾ അത് സ്വാതന്ത്ര്യമല്ല, അടിച്ചമർത്തലാണ്. അന്തസ്സോടെ വ്യക്തിത്വത്തോടെ ജീവിക്കാൻ ഉതകുന്ന സാഹചര്യമാണ് അടുത്ത പോയിന്റ്. സത്യത്തിൽ ഈ സാഹോദര്യത്തോടെയുള്ള സമത്വത്തോടെ സ്നേഹത്തോടെ ക്ഷമയോടും വിനയത്തോടും കൂടിയുള്ള ജീവിതമല്ലേ ഇന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എളിമയോടും സൗമ്യതയോടും കൂടെ വിനയത്തോടു കൂടെ ജീവിക്കാൻ. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പാലിച്ചാൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ? സമൂഹത്തിലുണ്ടോ? രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ? യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമോ? എവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? അത് അഹങ്കാരത്തിൽ നിന്നാണ്, അത്യാഗ്രഹത്തിൽ നിന്നാണ്. ചിലരുടെ അത്യാഗ്രഹം എനിക്കുള്ളത് ഞാൻ പൊത്തിപ്പിടിച്ചിട്ട് അവരുടെ അയൽക്കാരൻ്റെ മൊത്തം മാന്തിപ്പറിക്കാൻ, പിടിച്ചെടുക്കാൻ, കട്ടെടുക്കാൻ, വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോഴല്ലേ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ, ആത്മാർത്ഥമായി അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കാത്തതിൻ്റെയല്ലേ ഈ കുഴപ്പങ്ങളെല്ലാം. 100 ആടുള്ളവൻ 2 സാമുവേൽ 12:4 പറയുന്ന പാവപ്പെട്ടവൻ്റെ ഒരാടിനെ തട്ടിയെടുക്കുന്ന സാമ്പത്തിക അരാജകത്വമല്ലേ, അഹങ്കാരമല്ലേ, അനീതിയല്ലേ ഇതിനൊക്കെ കാരണം. ഹേ മനുഷ്യ, നീ വലിയവനാണ് എന്ന് കാണിക്കാൻ നിൻ്റെ സ്വഭാവം കണ്ട് മറ്റുള്ളവരല്ലേ അത് പറയേണ്ടത്. അല്ലാതെ നിൻ്റെ മണിമാളികളോ ബംഗ്ലാവോ കോടികളുടെ കാറോ നിൻ്റെ ധാർഷ്ട്യമോ ഒന്നുമല്ല നിന്നെ വലുതാക്കുന്നത്. മറ്റുള്ളവരെ കൂടെ നിർത്താൻ, അവരെ കരുതാൻ, സഹായിക്കാൻ, ക്ഷമിക്കാൻ, അവരുമായി സമാധാനത്തിൽ ജീവിക്കാനുള്ള നിൻ്റെ ശ്രമം, അതല്ലേ ഐക്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അതല്ലേ സാഹോദര്യം, അതല്ലേ നീതി, അതല്ലേ കർത്താവ് പറഞ്ഞത് മത്തായി 7:12 മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം അവരോട് നീ പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നവരോട്, നിനക്ക് തിന്മ ചെയ്യാത്തവരോട് നീ തിന്മ ചെയ്യുന്നതല്ലേ അനീതി. അവർക്ക് വേണ്ടിയാണ് ആ പഴയ ചൊല്ല്, ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. കാരണം അവൻ പറഞ്ഞിട്ടുണ്ട് മത്തായി 25:40 ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അത് നന്മയായാലും തിന്മയായാലും അവൻ കണക്ക് വെച്ചിട്ടുണ്ട്. അതിനാൽ കരുതിയിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്.